ഇന്നലെ ന്യൂ മൂൺ ആയിരുന്നല്ലോ. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ലേറ്റ് നൈറ്റ് ഫീലിങ്സ് നിങ്ങൾക്കായിട്ട് ഇന്നലെ രാത്രി അവർ എന്തായിരുന്നു നിങ്ങളെക്കുറിച്ച് ഫീൽ ചെയ്തതെന്ന് നമുക്ക് നോക്കാം. കാരണം ന്യൂ മൂണിൻ്റെ സമയത്ത് സാധാരണ മനുഷ്യരുടെ ഇമോഷൻസ് കുറച്ച് ഹൈറ്റൻഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായിരുന്നു ഇന്നലത്തെ അവരുടെ ഫീലിങ്സ്, ഇമോഷൻസ് എന്ന് നമുക്ക് നോക്കാം. കാർഡ്സ് ഷഫിൾഡാണ് കേട്ടോ. നിങ്ങളുടെ ലൈഫിലത്തെ സിറ്റുവേഷൻ, റിലേഷൻഷിപ്പിലുള്ള സിറ്റുവേഷൻ എന്ത് തന്നെ ആയാലും അത് ക്ഷമയോടെ ഹാൻഡിൽ ചെയ്ത് മുന്നോട്ട് പോകണം എന്നിവർ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ ഒരു ജസ്റ്റിസ് സെർവ് ചെയ്യണം എന്ന് തന്നെ ഇവർ ആലോചിക്കുന്നുണ്ടായിരുന്നു. ഒരു ജഗ്ലിംഗ് സിറ്റുവേഷനിൽ, ഒരു കൺഫ്യൂസിങ് സിറ്റുവേഷനിലൊക്കെ ഉള്ളവർക്ക് ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട് എന്നാണ് കാണുന്നത്. അതേപോലെ ചിലർക്കെങ്കിലും ഒരു യാത്ര വരാനുള്ള സാധ്യതയുണ്ട്, നിങ്ങളുടെ പേഴ്സൻ്റെ കാര്യമായി പറയുന്നത്. അതേപോലെ പ്ലാനിങ് ചെയ്യുന്നതായിട്ട്, ഫ്യൂച്ചറിലേക്കുള്ള പ്ലാനിങ് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. ഏസ് ഓഫ് സ്വാർഡ്സ്, നിങ്ങളെക്കുറിച്ചൊരു റിയാലിറ്റി ചെക്ക് അവർക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് നിങ്ങൾ അവരുടെ ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നിവർ മനസ്സിലാക്കുന്നു. ഓക്കെ, നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ് വേണമെന്നിവർ വളരെ കാര്യമായിട്ട് തന്നെ ഇന്നലെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു ടവർ മൂമെൻറ്റിലാണെങ്കിൽ ആ സ്ഥിതി ക്ഷമയോടെ ഹാൻഡിൽ ചെയ്യണം എന്ന് തന്നെയാണ് ഇവരുടെ മനസ്സിൽ. ക്വീൻ ഓഫ് സ്വാർഡ്സ്, ഈ ടവർ മൂവ്മെൻറ്റ് വരാൻ കാരണം ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ്. അവിടെ അവർ ചിലരെങ്കിലും സ്റ്റക്കായിട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇതിൻ്റെ നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് കൂടെ ഞാൻ നോക്കാം കേട്ടോ. 5 ഓഫ് കപ്സ്, ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ മൂലം ഇവർ കുറച്ച് സഫർ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഓവർ തിങ്കിങ് ആണ്, എങ്ങനെ മുന്നോട്ട് പോകണമെന്നറിയാത്ത സ്ഥിതിയിൽ നിൽക്കുകയാണ്. സെൽഫ് റെസ്ട്രിക്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ തേർഡ് പാർട്ടി ഇവരുടെ കാര്യത്തിൽ ഒരുപാട് കൺട്രോൾ ചെയ്യുന്നുണ്ടാവും. ആ കൺട്രോൾ മൂലം ഇവർ വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ട് സഫർ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. നെക്സ്റ്റ് ആക്ഷൻ കാണിച്ചു തരൂ ഈ കേസിൽ. അവർ ഇൻഡിപെൻഡൻ്റ് ആവാൻ ശ്രമിക്കുകയാണ് കേട്ടോ. ഇൻഡിപെൻഡൻ്റ് ആവാൻ ശ്രമിക്കുകയാണ്. അതായത് ഈ തേർഡ് പാർട്ടിയുടെ കൺട്രോളിൽ നിന്നും പുറത്തേക്ക് വരാൻ, ഇൻഡിപെൻഡൻ്റ് ആവാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത്. 9 ഓഫ് കപ്സ്, അതായത് ഒരു വിഷ് ഫുൾഫിൽമെൻറ്റ് ഇവർക്ക് കിട്ടുന്നതായിട്ടും കാണുന്നുണ്ട്, നിങ്ങൾക്കും കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് ഇവർ ഇൻഡിപെൻഡൻ്റ് ആവണം എന്നുള്ള ചിന്തയിൽ സക്സസ് കിട്ടുന്നതായിട്ടാണ് കാണുന്നത്. ചിലരെങ്കിലും ആ തേർഡ് പാർട്ടിയുടെ വിട്ട് ദൂരെ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളിൽ പലരും ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലായിരിക്കാനും സാധ്യതയുണ്ട്. നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കം, ന്യൂ ബിഗിനിങ് എല്ലാം വേണമെന്നിവർ വളരെ തീവ്രമായിട്ട് തന്നെ